റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കേട്ടാൽ അവരിൽ ചിലർക്ക് വിശ്വസിക്കാൻ വയ്യ. ചില ആളുകൾ വിശ്വസിക്കും, ഏതുവരെ അവൻ ഇങ്ങനെ പരിശോധിക്കും, ഏത് സയന്റിസ്റ്റാണ് ഇതിന് അനുകൂലമായി പറഞ്ഞിട്ടുള്ളത്, ഏത് അവന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ലാത്ത കാര്യം അതിനെ നിഷേധിക്കുക എന്നത് വിഡ്ഢിത്തമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഒരു 100 കൊല്ലം മുന്നേ അല്ലെങ്കിൽ 100 കൊല്ലം മുന്നേ ഒരാൾ പറയാണ്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ അമേരിക്കയിൽ ഒരാൾ ഇന്ത്യയിലാണെങ്കിൽ അമേരിക്കയിലുള്ള ആൾക്ക് ഇന്ത്യയിലുള്ള ആളുമായി നേരിട്ട് ലൈവായി അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റും എന്നൊരു 200 കൊല്ലം മുന്നേ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആളുകൾ ഒന്നല്ലെങ്കിൽ അവനെ വല്ല ഭ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കും. അവനെ പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ കാലഘട്ടത്തിൽ ബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമല്ല. ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് അത് ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷെ അത് ബുദ്ധിക്ക് വിരുദ്ധമാണോ? ബുദ്ധിക്ക് വിരുദ്ധമല്ല. ഈ കാലഘട്ടത്തിൽ അത് സാധ്യമായി. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇത്തരക്കാർക്ക് പറഞ്ഞ ഒരു ഉപമയുണ്ട്. ജനങ്ങൾ പൊതുവെ ഒരു ഡോക്ടറുടെ മുന്നിൽ ചെന്നാൽ അയാൾ ഒരു മരുന്ന് കുറിച്ച് കൊടുത്താൽ എന്നത് ഒന്നും തിരിച്ചു ചോദിക്കാതെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഡോക്ടർ, നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം ഈ മരുന്ന് അരമണിക്കൂർ കഴിഞ്ഞാൽ കഴിക്കണം, ഭക്ഷണത്തിന് മുൻപ് ഇത് കഴിക്കണം, സമഅൻ വതാഅ, കേട്ട് അനുസരിക്കാൻ തയ്യാറാണ്. ഡോക്ടർ അബദ്ധം സംഭവിക്കാത്ത ആളാണോ? അല്ല. ഇബ്നുൽ ഖയ്യിം പറഞ്ഞതായിരിക്കണം, എത്രയോ മനുഷ്യന്മാർ ഖബറിലെത്തി അയാളെ കൈപ്പഴുണ്ടാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാലും അയാളുടെ മുൻപിൽ വിശ്വാസത്തോടു കൂടി ഈ ചങ്ങാതി ഇരുന്ന് കൊടുക്കാനുള്ള കാരണം എന്താണ്? വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇയാൾക്ക് എന്നെക്കാൾ വിവരമുണ്ട്. എന്നെക്കാൾ വിവരമുള്ള ഒരാളെ അനുസരിക്കാനുള്ളതാണ് ബുദ്ധി. അയാൾക്ക് വൈദ്യശാസ്ത്രം മുഴുവൻ അറിയുമെന്ന് നമുക്ക് വിശ്വാസമുണ്ടോ? ഇല്ല. അബദ്ധം പറ്റില്ല എന്ന് നമുക്ക് വിശ്വാസമുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ധാരാളമായി നമ്മൾ കേൾക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ മാറ്റിവെച്ചാൽ മറ്റ് ഭൗതിക വിജ്ഞാനങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് അറിവുള്ള പണ്ഡിതന്മാർക്കിടയിൽ എവിടെയും കാണാത്ത ഈ പ്രത്യേകം ഉണ്ടാവും. നിങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് രോഗം പറഞ്ഞു, അയാൾ മരുന്ന് തന്നു, എന്നിട്ട് വേറൊരു ഡോക്ടറെ അടുത്തും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പോയാൽ അയാൾ പറയും, എന്താ ഇയാൾ എഴുതി ചെയ്യുന്നത്? ഇതൊക്കെ എഴുതിക്കാൻ ഞങ്ങൾ ആരോഗ്യമാകെ നശിച്ചു പോകും. രണ്ടുപേരും പഠിച്ചിരിക്കുന്ന മെഡിസിനാണ്, രണ്ടുപേരും പഠിച്ച MBBS ആണ്. ഇതൊക്കെയാണ് എങ്കിലും ഡോക്ടർ പറയുന്നത് അതുപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ മനുഷ്യൻ തയ്യാറാണ്. ഈ ഡോക്ടറോട് പുലർത്തുന്ന വിശ്വാസം അതിനേക്കാൾ എത്രയോ വലിയ വിശ്വാസമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കേട്ടാൽ അവരിൽ ചിലർക്ക് വിശ്വസിക്കാൻ വയ്യ. ചില ആളുകൾ വിശ്വസിക്കും, ഏതുവരെ അവൻ ഇങ്ങനെ പരിശോധിക്കും, ഏത് സയന്റിസ്റ്റാണ് ഇതിന് അനുകൂലമായി പറഞ്ഞിട്ടുള്ളത്, ഏത് ശാസ്ത്രജ്ഞനാണ് പറഞ്ഞത്. ശാസ്ത്രജ്ഞൻ പറയേണ്ട കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് യോജിച്ചുകൊണ്ട് അയാൾ പറഞ്ഞാൽ അയാൾ പറഞ്ഞത് ശരിയാണെന്നല്ലാതെ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ ദീനിനെ ബുദ്ധി കൊണ്ട് തള്ളുമ്പോൾ നമ്മൾ ആരുടെ ബുദ്ധിയാണ് അവലംബിക്കാൻ? ഇവിടെ ഇരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഈ ഇരിക്കുന്ന എല്ലാ ആളുകളുടെയും ബുദ്ധി ഒരേ നിലവാരത്തിലാണോ? ഇതിൽ ചില ആൾക്കാർക്ക് കണക്ക് പെട്ടെന്ന് മനസ്സിലാവും, വേറൊരു എത്ര അരിമ കെട്ടി തിരിഞ്ഞാലും അവൻ കണക്ക് തിരിയില്ല. എല്ലാ മനുഷ്യരുടെ ബുദ്ധി പോലെയാണോ? അല്ല. അയാളുടെ ബുദ്ധി നിലവാരം പറഞ്ഞാൽ ചിലപ്പോൾ അവന് മനസ്സിലാവില്ല. നമ്മുടെ ബുദ്ധിൻ്റെ കുറവാണ്. ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഏത് കാര്യത്തിൽ കുഴപ്പമില്ല. ഈ പറയുന്ന ശാസ്ത്രം പറയുന്നതിലും ഫിലോസഫി പറയുന്നതിലും ഇതൊന്നും കുഴപ്പമില്ല. വലിയ ശാസ്ത്രജ്ഞൻ പറയും, എനിക്കത് മനസ്സിലായി, എൻ്റെ ബുദ്ധിക്ക് കുറവുള്ളതുകൊണ്ടിരിക്കും എന്ന് പറയാനും തയ്യാറാണ്. അല്ലാഹുവിൻ്റെ ദീനിൽ ഒരു കാര്യം വന്നാൽ ഇത് പറയാൻ പലരും തയ്യാറാവുകയില്ല. അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി എന്നത് അതിന് പരിധികളുണ്ട്, അതിന് അതിരുകളുണ്ട്. ആ അതിരുകൾക്കപ്പുറത്തേക്ക് അതിനെ നടത്തിക്കാൻ ശ്രമിച്ചാൽ അത് മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട്